ഇറാനെതിരെ അതിശക്തമായ യുദ്ധം ഉടൻ തന്നെ സംജാതമാകും. ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ കഠിനമായത് വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ അവരെ തകർക്കുകയാണെന്നും മികച്ച രീതിയിലാണ് മുന്നേറുന്നതെന്നും ട്രംപ് പറഞ്ഞു. CNN നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു US പ്രസിഡന്റ്. എനിക്ക് തോന്നുന്നു എല്ലാം വളരെ നന്നായി പോകുന്നു. അത് വളരെ ശക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം നമുക്കുണ്ട്. ഞങ്ങൾ അത് ഉപയോഗിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന ചോദ്യത്തിന് അധികകാലം നീണ്ടു നിൽക്കില്ലെന്നും ട്രംപ് മറുപടി നൽകി. 4 ആഴ്ച എടുക്കുമെന്ന് താൻ കരുതിയിരുന്നു, എന്നാൽ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ മുന്നിലാണ് ഇപ്പോൾ എന്നും ട്രംപ് ചേർത്തു. ഇറാനിൽ ഭരണമാറ്റമാണ് US ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് സൂചന നൽകി. ഞങ്ങൾ അവരെ ശക്തമായി ആക്രമിച്ചു തുടങ്ങിയിട്ടില്ല. വലിയൊരു തരംഗം ഇതുവരെ വന്നിട്ടില്ല. വലിയ ആക്രമണം ഉടൻ വരുന്നുവെന്നും US പ്രസിഡന്റ് പറഞ്ഞു. യുദ്ധം അധികകാലം നീണ്ടുപോകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. നീണ്ടുപോകുമെന്ന വാദങ്ങളെ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ഇവിടെ അനന്തമായ യുദ്ധം നടക്കുമെന്ന് ചിലർ പറയുന്നു. എന്നാൽ ഇറാനിലെ ഈ ഭീകര ഭരണകൂടം അവർ അധികാരത്തിലേറിയ ശേഷം ഏറ്റവും ദുർബലമായ ഘട്ടത്തിലാണ്. അതിനാൽ അനന്തമായ യുദ്ധം ഉണ്ടാകില്ല എന്നും നെതന്യാഹു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വളരെ വേഗതയേറിയതും നിർണായകവുമായ നടപടിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാനിലെ ഭരണമാറ്റത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ അമേരിക്കൻ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ സൃഷ്ടിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ 95% ഇറാനാണ് സൃഷ്ടിക്കുന്നതെന്നും ഇപ്പോഴത്തെ ഭരണകൂടം വീണാൽ ഇസ്രായേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടികൾ ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു സമാധാന യുഗത്തിന് തുടക്കമിടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇസ്രായേൽ അമേരിക്കയെ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചുവെന്ന വിമർശനം നെതന്യാഹു തിരിച്ചു തള്ളി. അത് പരിഹാസ്യമാണ്. ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവാണ്. അമേരിക്കയ്ക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. ഭാവി തലമുറകൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. അതേസമയം സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും വ്യോമതാവളത്തിനും നേരെ ലക്ഷ്യമിട്ടെത്തിയ 7 ശത്രു ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ റിയാദിന് സമീപം അൽ ഖർജിയിലെ അമീർ സുൽത്താൻ വ്യോമതാവളത്തിന് സമീപം 5 ഡ്രോണുകളും കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ വന്ന 2 ഡ്രോണുകളുമാണ് തകർത്തതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. വ്യോമതാവളത്തിന് നേരെയുള്ള നീക്കത്തെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതിനാൽ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. റിയാദിന് തെക്ക് ഭാഗത്തായി അൽ ഖർജിയിലുള്ള അമീർ സുൽത്താൻ എയർബേസിന് സമീപം എത്തിയ 5 ഡ്രോണുകളെയാണ് പ്രതിരോധ സേന വിജയകരമായി തകർത്തത്. കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തനൂറയ്ക്ക് നേരെ വന്ന 2 ഡ്രോണുകൾ വെടിവെച്ചിടുകയായിരുന്നു. ഇവിടെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് ശുദ്ധീകരണശാലയിൽ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. ജനവാസ മേഖലയ്ക്ക് സമീപം അവശിഷ്ടങ്ങൾ പതിച്ചെങ്കിലും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. അടിയന്തര വിഭാഗം ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. തിങ്കളാഴ്ച രാവിലെ 7:04-ഓടെയാണ് റാസ് തനൂറിൽ സംഭവം നടന്നതെന്ന് ഊർജ്ജ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ശുദ്ധീകരണശാലയിലെ ചില യൂണിറ്റുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ ഇത് ആഭ്യന്തര വിപണിയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണത്തെ ബാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്രോതസ്സുകൾക്കും നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി നേരിടുമെന്നും സൗദി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.